വെൽക്കം ബാക്ക് എല്ലാവരും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദി പത്ര റൈറ്റിംഗ് ആണ്. ഗ്രേഡ് 6ഉം പിന്നെ വേറെ ക്ലാസ്സസിനുള്ള പിള്ളേർക്ക് വളരെ ഈസിയായി മനസ്സിലാക്കാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ പേടിക്കുന്ന അത്രയും ഡിഫിക്കൾട്ടല്ല. പത്ര റൈറ്റിംഗ് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ബിഗിൻ ചെയ്യാം. ഹിന്ദിയിൽ 2 ടൈപ്പ് ഓഫ് പത്രം ഉണ്ട്. അനൗപചാരിക് പത്ര, അതായത് ഇൻഫോർമൽ ലെറ്റർ, അത് ഫ്രണ്ട്സിന് നമ്മൾ എഴുതുന്നത്. ഔപചാരിക് പത്ര, അതായത് ഫോർമൽ ലെറ്റർ, അത് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് അവർക്ക് വേണ്ടി എഴുതുന്നത്. 2 ലെറ്ററിനും ഫോമാറ്റ് ഉണ്ട്. ഇൻഫോർമൽ ലെറ്ററിന് അഡ്രസ്, ഡേറ്റ്, പിന്നെ പ്രിയമിത്ര, 1-2 ഷോർട്ട് പാരഗ്രാഫ്സ്, ഹായ് ഹൗ ആർ യു ആയിട്ടും, പിന്നെ മെയിൻ ടോപ്പിക്, അത് എക്സാമിൻ്റെ അകത്ത് തന്നെ ആ ക്വസ്റ്റ്യനിൽ തരും. അത് കഴിഞ്ഞിട്ട് ക്ലോസിങ്, യോസ് സിൻസിയർലി, നിങ്ങളുടെ ഫ്രണ്ട്, പിന്നെ നമ്മുടെ പേര്, സൈൻ, അതൊക്കെ. വേറെ ഫോർമൽ ലെറ്ററിന് വേണ്ടി അഡ്രസ്, ഡേറ്റ്, സേവാമേ, വിഷയ്. ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് വിഷയ്, അതായത് ടോപ്പിക്. എന്തിനാണ് നമ്മൾ ആ ലെറ്റർ എഴുതുന്നത്, അത് എഴുതാൻ മറക്കല്ലേ. ഫോർമൽ ലെറ്ററിൽ അത് ഭയങ്കര അത്യാവശ്യമാണ്. പിന്നെ മഹോദയ, ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ മാം, അത് വെച്ച് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ക്ലോസിങ് വിത്ത് നെയിം, ക്ലാസ് ആൻഡ് റോൾ നമ്പർ. അപ്പോൾ ആദ്യം ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റാണ് കാണുന്നത്. ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ അഡ്രസ്സ് എഴുതണം, അതിൻ്റെ തൊട്ട് താഴെ ഡേറ്റ്, അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ്, പ്രിയമിത്ര, രാഹുൽ, ഏത് പേര് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഡിയർ ഫ്രണ്ട് XYZ, അത് കഴിഞ്ഞിട്ട് സ്നേഹപൂർവ്വം നമസ്കാരം പറയുന്നത്, സ്നേഹപൂർണ്ണ നമസ്കാർ. ഫസ്റ്റ് പാരഗ്രാഫ് നമ്മുടെ സേഫ് ആയിട്ടുള്ളൊരു ലൈൻ ഉണ്ട്. ആശാ ഹെ കി തും കുശൽ പൂർവക് ഹോ, മേ യഹാ കുശൽ ഹൂം. ഇതിൻ്റെ മീനിങ്, ഐ ഹോപ്പ് യു ആർ ഫൈൻ, ഐ ആം ഓൾസോ ഫൈൻ ഹിയർ. ഈ 2 ലൈൻ മെമ്മറൈസ് ചെയ്യണം. ഹായും ഹവർ യു കഴിഞ്ഞിട്ട് സെക്കൻഡ് പാരഗ്രാഫിലാണ് മെയിനായിട്ട് നമ്മുടെ എക്സാമിൽ വരുന്ന ടോപ്പിക് വരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ഫ്രണ്ടിന് എക്സാം വരാൻ പോകുന്നു, അപ്പോൾ അതിനെ പറ്റി എഴുതാനുള്ള പത്രം എഴുതണം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്ക് എഴുതാനുള്ളത്, ഹമാരി പരീക്ഷ അഗ്ലേ മഹീനെ ശുരു ഹോഗി, മേ റോസ് പഠായി കർ രഹി ഹൂം, തും ഭി അച്ഛി തയ്യാറി കർണ. ഞങ്ങളുടെ എക്സാംസ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടാകും, ഞാൻ എന്നും പഠിക്കുന്നുണ്ട്, നീയും നല്ലപോലെ പഠിക്കണം. ഇതാണ് എൻ്റെ മീനിങ്. വെരി സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് യൂസ് ചെയ്യണം. വലിയ വലിയ ഹിന്ദി വേർഡ്സ് യൂസ് ചെയ്ത് കൺഫ്യൂസ് ആവരുത്. അത് കഴിഞ്ഞിട്ടുള്ള എൻഡിങ്, ശീഘ്ര ഉത്തർ കി പ്രതീക്ഷ രഹേഗി. എൻ്റെ ഈ ലെറ്ററിൻ്റെ റെസ്പോൺസ് ഞാൻ നോക്കിയിരിക്കും. അപ്പോൾ പിന്നെ ലാസ്റ്റിൽ ക്ലോസിങ്, തുമ്ഹാരി പ്രിയ മിത്ര, നിങ്ങളുടെ പേര്. അടുത്തത് ഫോർമൽ ലെറ്ററാണ്. ലീവ് ആപ്ലിക്കേഷനൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രിൻസിപ്പലോ അല്ലെങ്കിൽ ടീച്ചറിനൊക്കെ അയക്കുന്ന ലെറ്റർ. അപ്പോൾ ഇതിലും ലെഫ്റ്റ് സൈഡിൽ അഡ്രസ്, താഴെ ഡേറ്റ്, അത് കഴിഞ്ഞിട്ട് സേവാമേ പ്രധാനാചാര്യ മഹോദയ, അത് കഴിഞ്ഞിട്ട് താഴെ സ്കൂൾ നെയിം. ഇതിൽ ടോപ്പിക് ആഡ് ചെയ്യാൻ മറക്കല്ല്, വിഷയ്. അതിൽ നമുക്ക് 1 ഡേ ലീവ് ആബ്സെൻസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഏക് ദിൻ കെ അവകാശ് കെ ലിയെ निवेदन, महोदय सविनय निवेदन है कि मैं कक्षा 6 की छात्रा हूँ, मैं कल विद्यालय नहीं आ सकती क्योंकि मुझे बुखार है, कृपया मुझे 1 दिन का अवकाश प्रदान करें, धन्यवाद. ഇതിൻ്റെ മീനിങ്, സർ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഞാൻ ക്ലാസ് 6ൻ്റെ സ്റ്റുഡൻ്റാണ്, എനിക്ക് നാളെ സ്കൂൾ വരാൻ പറ്റില്ല, എനിക്ക് ഫീവർ ആയതുകൊണ്ട് പ്ലീസ് ഗ്രാൻഡ് മീ 1 ഡേയ്സ് ലീവ്. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഇതിൻ്റെ എൻഡിങ് ആണ് ധന്യവാദ്, താങ്ക് യു. ആപ്കി ആജ്ഞാകാരി ഛാത്ര, യുവർ സിൻസിയർലി, പിന്നെ പേര്, ക്ലാസ്, റോൾ നമ്പർ. ഇത് ചില യൂസ്ഫുൾ സെൻറ്റൻസസ് ആണ്. ഇത് ഏതൊരു ഇൻഫോർമൽ ലെറ്ററിലും നമുക്കിത് എഴുതാം. ഫസ്റ്റ് പാരഗ്രാഫിൽ സ്റ്റാർട്ടിങ്, ആശാ ഹെ കി തും കുശൽ പൂർവക് और खुश हो, बहुत दिनों से तुम्हारा पत्र नहीं मिला, मुझे तुम्हारी बहुत याद आ रही है, ഐ ഹോപ്പ് യു ആർ ഫൈൻ ആൻഡ് ഹാപ്പി. കുറേ നാളായിട്ട് നിൻ്റെ ലെറ്ററൊന്നും കിട്ടിയില്ലല്ലോ, എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു. രണ്ടാമത്തെ പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ്, അതായത് മിഡിൽ വൺസ്, हाँ सब कुशल है, मैंने हाल ही में परीक्षा दी, मैं छुट्टियों में तुम्हारे घर आना चाहती हूँ. ഇവിടെ എല്ലാം സുഖമായിട്ടിരിക്കുന്നു, ഈ ഇടയ്ക്ക് ഞാൻ എക്സാം എഴുതിയായിരുന്നു, ഹോളിഡേയ്സിൽ എനിക്ക് നിൻ്റെ വീട്ടിൽ വരണം. തേർഡ് പാരഗ്രാഫ്, അതായത് എൻഡിങ്, ജൽദി പത്ര ലിഖ്ന, അപ്നാ ധ്യാൻ രഖ്ന, മാതാ പിതാ കോ മേരാ പ്രണാം कहना.
നീ എളുപ്പം തന്നെ ലെറ്ററിന് റെസ്പോൺസ് ഇടണം. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അമ്മയോടും അച്ഛനോടും ഞാൻ തിരക്കിയെന്ന് പറയണം. ഇതാണ് എൻഡിങ്. ഈ തന്നേക്കുന്നതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഓരോ ലൈൻ എടുത്തിട്ട് നമുക്ക് ഏതൊരു ഇൻഫോർമൽ ലെറ്ററിലും ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതിയെടുക്കാം. ഇതൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്താൽ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ കാണുന്നത് കോമൺ സെക്കൻഡ് പാരഗ്രാഫ് ടെംപ്ലേറ്റ്സ് ആണ്. ഇതിപ്പം എക്സാമിൽ അവർ ഏത് ടോപ്പിക്കാണ് ചോദിക്കുന്നത് അതിൻ്റെ അനുസരിച്ചുള്ള ടെംപ്ലേറ്റ്സ് ആണ്. ഇതിപ്പോൾ പരീക്ഷയിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതണം. നമുക്കിപ്പോൾ എക്സാം സ്റ്റാർട്ടാവാൻ പോവുക, അതിനെപ്പറ്റി ഒരു ലെറ്റർ എഴുതണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് പാരഗ്രാഫ് ഹായും ഹൗവറിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് പാരഗ്രാഫിലാണ് നമ്മൾ ഈ ടോപ്പിക്കിനെ പറ്റി എഴുതാൻ പോകുന്നത്. അപ്പോൾ ഹമാരി പരീക്ഷ അഗ്ലെ മഹീനെ ശുരു ഹോഗി, मैं रोज़ पढ़ाई कर रही हूँ, तुम भी अच्छे से तैयारी करना. അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് പാരഗ്രാഫാണ് തേർഡ് പാരഗ്രാഫ്. എൻഡിങ് ആയിട്ട് ജൽദി പത്ര ലിഖന, അല്ലെങ്കിൽ അപ്നാ ധ്യാൻ രഖന, അല്ലെങ്കിൽ മാതാപിതാക്കോ മീരാ പ്രണാം. ഇതിലേതേലും ഒരെണ്ണം എഴുതിയിട്ട് നമുക്ക് ആ ലെറ്റർ അങ്ങ് ക്ലോസ് ചെയ്യാൻ പറ്റും. തുമ്ഹാരി പ്രിയ മിത്ര അനു, അങ്ങനെയൊക്കെ അങ്ങ് എൻഡാക്കാം. നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ബർത്ത്ഡേ ടോപ്പിക്, ജന്മദിൻ. मुझे पता चला है कि तुम्हारा जन्मदिन आने वाला है. इस अवसर पर मैं तुम्हें हार्दिक शुभकामनाएं देती हूँ. भगवान तुम्हें लंबी आयु और सफलता दे. നിൻ്റെ ബർത്ത്ഡേ വരാൻ പോകുന്നു ഞാൻ അറിഞ്ഞു. ഐ വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. ലിവ് ലോങ് ആൻഡ് സക്സസ്ഫുൾ ലൈഫ്. മൂന്നാമത്തെ ടോപ്പിക് ഹോളിഡേ, छुट्टियाँ. इस बार मेरी छुट्टियाँ बहुत अच्छी रही. मैं अपने परिवार के साथ घूमने गई थी. हमने बहुत ആനന്ദ് किया. ഈ പ്രാവശ്യത്തെ എൻ്റെ ഹോളിഡേയ്സ് ഭയങ്കര ഫണ്ണായിരുന്നു. ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ പുറത്തൊക്കെ പോയി. ഞങ്ങൾ ഭയങ്കര ഫണ്ണായിട്ട് എൻജോയ് ചെയ്തു. ഫോർത്ത് ടോപ്പിക്കാണ് സിക്കായിട്ടുള്ളത്, ഫീവർ ഓർ സംതിങ്. पिछले सप्ताह मैं बीमार थी. मुझे बुखार था इसलिए स्कूल नहीं जा सकी. अब पूरी तरह ठीक हूँ. ലാസ്റ്റ് വീക്ക് എനിക്ക് വയ്യാതിരിക്കുമായിരുന്നു. എനിക്ക് ഫീവർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് സ്കൂളിൽ പോയില്ല. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ഫിഫ്ത്ത് ടോപ്പിക് ന്യൂ സ്കൂളിൻ്റെ, നയാ സ്കൂൾ. मैंने नए स्कूल में प्रवेश लिया है. यहाँ के शिक्षक बहुत अच्छे हैं. मुझे यह स्कूल बहुत पसंद है. ഞാൻ ഒരു പുതിയ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം നല്ല ടീച്ചേഴ്സാണ്. എനിക്ക് ഈ സ്കൂള് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിക്സ്ത് ടോപ്പിക് कॉम्पिटिशन, प्रतियोगिता. मैंने हाल ही में एक प्रतियोगिता में भाग लिया. मुझे प्रथम पुरस्कार मिला. मैं बहुत खुश हूँ. ഈ ഇടയ്ക്ക് ഞാനൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. എനിക്ക് ഫസ്റ്റ് പ്രൈസും കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയുള്ളത് ഫോർമൽ ലെറ്ററിനുള്ള ലീവ് ആപ്ലിക്കേഷൻ, ആബ്സെൻറ്റ് ഫ്രം സ്കൂൾ. मैं कल विद्यालय नहीं आ सकी. मुझे बुखार था. कृपया मुझे एक दिन का अवकाश प्रदान करें. ഇന്നലെ സ്കൂൾ വരാൻ പറ്റിയില്ല, എനിക്ക് ഫീവർ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ദിവസത്തെ ലീവ് ആബ്സെൻസ് ഗ്രാൻഡ് ചെയ്യണം. ഇപ്പോൾ 2 ദിവസത്തെ ലീവിന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ मैं 2 दिनों से बीमार थी इसलिए मैं विद्यालय नहीं आ सकी. कृपया मेरी अनुपस्थिति को क्षमा करें. ഞാൻ 2 ദിവസമായിട്ട് വയ്യാതിരിക്കുമായിരുന്നു, അതുകൊണ്ട് സ്കൂളിൽ വരാൻ പറ്റിയില്ല. ദയവായി ഞാൻ ആബ്സെൻ്റ് ആയത് ക്ഷമിക്കണം. ഇനിയിപ്പോൾ ആ ടെംപ്ലേറ്റ്സ് എല്ലാം കൂടെ ഓർത്ത് വെച്ചേക്കാൻ പാടാണെങ്കിൽ ഇതൊരു എമർജൻസി വെർഷനാണ്. അത് ഇൻഫോർമൽ ലെറ്റർ എമർജൻസി വെർഷൻ. നമ്മുടെ ബിഗിനിങ്, അഡ്രസ്, അത് കഴിഞ്ഞിട്ട് പ്ലേസ്, അത് കഴിഞ്ഞിട്ട് മെയിൻ ബിഗിനൊക്കെ ചെയ്യത്തില്ലേ, അവിടെ ആശാ ഹേ കി തും കുശൽ പൂർവക് ഹോ, मैं यहाँ कुशल हूँ. मैं तुम्हें यह पत्र ഡാഷ് കെ ബാരെ മേ ലിഖ് രഹി ഹൂँ. ആ ഡാഷ് കിടക്കുന്ന സാധനം അത് അവർ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ കാണും, അത് ഞങ്ങൾ എഴുതണം. യഹാ സബ് ठीक है, ശീഘ്ര ഉത്തർ की പ്രതീക്ഷ रहेगी. ഇതിൽ തന്നെ നമുക്ക് 2 to 3 മാർക്സ് എന്തായാലും കിട്ടിയിരിക്കും. ഇൻഫോർമൽ ലെറ്റർ എമർജൻസി ഈ ബേസിക് ആയിട്ടുള്ള ലൈൻസൊക്കെ മെമ്മറൈസ് ചെയ്തെടുത്താൽ നമുക്ക് ഇത്രയും കൂടെ എളുപ്പമായിരിക്കും. ഇത് ഫോർമൽ ലെറ്ററുടെ എമർജൻസി വെർഷൻ. सविनय निवेदन है कि मैं कक्षा 6 की छात्रा हूँ. मैं आपको सूचित करना चाहती हूँ कि അത് ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ കാണും. अतः आपसे निवेदन है कि कृपया मेरी प्रार्थना स्वीकार करें.
ധന്യവാദ്. അത് കഴിഞ്ഞിട്ട് എൻഡിങ്. അപ്പോൾ മറക്കരുത്, ഇൻഫോർമൽ ലെറ്റർ അതായത് നമ്മൾ ഫ്രണ്ടിന് എഴുതുമ്പോൾ അതിൽ വിഷയ അതായത് ടോപ്പിക്കിൻ്റെ ആവശ്യമില്ല, തും യൂസ് ചെയ്യണം, ആപ്പല്ല. ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോൺ വേണം യൂസ് ചെയ്യാൻ. 2-3 ചെറിയ ചെറിയ പാരഗ്രാഫ്സ് എഴുതണം, സിമ്പിളായിട്ട് ഹിന്ദിയിൽ യൂസ് ചെയ്യണം. ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ അതിൽ ടോപ്പിക് അത്യാവശ്യമായിട്ട് വേണം, വിഷയ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആദ്യം. അതിൽ തും അല്ല ആപ്പാ യൂസ് ചെയ്യുന്നത്, വിത്ത് റെസ്പെക്റ്റ്. പ്രദാൻ കരേ, ആ ഫോർമൽ ലെറ്ററിൽ ലാസ്റ്റിൽ അവകാശ് പ്രദാൻ കരേ, പ്ലീസ് ഗ്രാൻഡ് മീ ദ ലീവ്, അത് ആ പ്രദാൻ കരേ എഴുതാൻ മറക്കല്ല്. ലാസ്റ്റിൽ എൻഡിങ്ങിൽ പേര്, ക്ലാസ്സും റോൾ നമ്പറും മറക്കരുത്. ഗ്രാമർ ശ്രദ്ധിക്കണം. റഹ, റഹി. ബോയ് ആണെങ്കിൽ റഹ എഴുതണം, ഗേൾ ആണെങ്കിൽ റഹി ഇത് എഴുതണം. ഗയ, ഗയി. മിക്സിങ് തും ആൻഡ് ആപ്പ്. തുമ്മും ആപ്പും മിക്സാക്കി കളയരുത്. തും റെസ്പെക്റ്റ് ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത്, ലൈക്ക് ഫ്രണ്ടിന് എഴുതുമ്പോൾ തും വരും, ആപ്പ് എഴുതുന്നത് റെസ്പെക്റ്റ് ഉള്ള ടൈമിൽ. വിഷയം എഴുതാൻ മറക്കരുത്. നമ്മൾ ഈ എഴുതുന്ന കണ്ടൻറ്റ് ചെറുതാണെങ്കിലും ഈ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്താൽ എന്തായാലും 2 to 3 മാർക്സ് കിട്ടിയിരിക്കും ലെറ്ററിൽ. ഹോപ്പ് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു. കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം.